അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്നത് ഒരു ചൈനീസ് എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. അതായത് ചൈനയുടെ രണ്ടാമത്തെ 5th ജനറേഷൻ എയർക്രാഫ്റ്റായ ഷെങ്യാങ് J-35 കുറിച്ച്. അപ്പോൾ ഒരു ചൈനീസ് വിമാനം അല്ലെങ്കിൽ ഒരു ചൈനീസ് ഉൽപ്പന്നം എന്നൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ കടന്നു വരുന്ന രണ്ട് കാര്യങ്ങളാണ് കോപ്പിയടി വിവാദവും അതുപോലെ ക്വാളിറ്റി ഇഷ്യൂസും. അപ്പോൾ ഈ പറഞ്ഞ ഷെങ്യാങ് J-35 ഇതിൽ നിന്നും വിഭിന്നമല്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോപ്പിയടിയുടെ കാര്യം തന്നെ അഡ്രസ്സ് ചെയ്യാം. കോപ്പിയടിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം, ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു 5th ജനറേഷൻ വിമാനം ഉണ്ടാക്കുകയോ അതോ ഡിസൈൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അമേരിക്കക്കാർ പറയും അത് അവരുടെ F-35 കോപ്പിയാണെന്ന് പറയും. അതിപ്പം ചൈനയുടെ കാര്യം പോട്ടെ, റഷ്യ ഡിസൈൻ ചെയ്ത ചെക്ക്മേറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ ടർക്കിയുടെ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലും ഇവൻ സൗത്ത് കൊറിയയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഈ വിവാദം അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം അമേരിക്കൻസ്, പ്രത്യേകിച്ചും അമേരിക്കൻ എന്നുള്ള മീഡിയയും അതുപോലെ യൂട്യൂബേഴ്സും എന്നുകൊണ്ട് അമേരിക്ക തന്നെ ആരോപിക്കാറുണ്ട്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വിവാദം, ഈ കോപ്പിയുടെ വിവാദം ഇച്ചിരി ശക്തമാണ്. അതായത് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2008 കുറേ ചൈനീസ് ഹാക്കർമാർ അമേരിക്കയുടെ ഡേറ്റാബേസ്, അത് സാധാരണ ഡേറ്റാബേസില്ല, ഡിഫൻസ് ഡേറ്റാബേസ് ഹാക്ക് ചെയ്ത് വളരെ സുപ്രധാനമായ കുറേ ഫയലുകൾ ചോർത്തിയെടുത്തു. അപ്പോൾ ഈ ചോർത്തിയ ഇൻഫർമേഷൻ, ഈ ചോർത്തിയ ഡേറ്റയുടെ കൂട്ടത്തിലുണ്ടാകുന്ന ഒരു പ്രധാന സംഭവമാണ് ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന ഡേറ്റകൾ. അപ്പോൾ ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ F-35 എന്ന് പറയുന്ന വിമാനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അമേരിക്ക തുടങ്ങിയ ആ ഡിഫൻസ് പ്രോഗ്രാമിൻ്റെ പേരാണ് ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാം. അപ്പോൾ ചൈന അങ്ങനെ ചോർത്തിയെടുത്ത ഈ F-35 ഡിസൈൻ ഡേറ്റ ഉപയോഗിച്ച് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത വിമാനമാണ് ഈ ഷെങ്യാങ് J-35 എന്നാണ് ആരോപണം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ആര് നോക്കിയാലും ഈ പറഞ്ഞ ആരോപണം വളരെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഷെങ്യാങ് J-35 എന്ന് പറയുന്ന ചൈനയുടെ ഈ 5th ജനറേഷൻ വിമാനത്തിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് F-35 വളരെ സാമ്യമുണ്ട്. F-35 വളരെ സാമ്യം എന്നല്ല നമ്മൾ പറയേണ്ടത്, F-35 F-22 റാപ്റ്ററിൻ്റെയും ഒരു മിശ്രണമാണ്, ഒരു സങ്കര സന്തതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ J-35 കണക്കാക്കാം. അതായത് ചൈന പൊതുവെ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ, അതായത് ചൈനയ്ക്ക് സുപരിചിതമായിട്ടുള്ള വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വിമാനങ്ങളാണ്. റഷ്യൻ വിമാനങ്ങൾ ഒഫീഷ്യലി നിർമ്മിക്കാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ചൈനയുടെ പക്കലുണ്ട്. ഈ ഷെങ്യാങ് കോർപ്പറേഷൻ തന്നെ റഷ്യയുടെ സുഖോയിയും മിഗും പോലുള്ള പല വിമാനങ്ങളും ചൈനീസ് പതിപ്പുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചൊരു വിമാനം നിർമ്മിക്കുകയാണെങ്കിൽ അതിന് കൂടുതലും സാദൃശ്യം വരേണ്ടത് ഒരു റഷ്യൻ വിമാനമായിട്ടാണ്. അതായത് നമ്മുടെ സുഖോയി Su-57 ഡിസൈനുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഖോയി Su-75 ചെക്ക്മേറ്റിൻ്റെ ഡിസൈനുമായിട്ടോ ഒക്കെ ഈ വിമാനത്തിന് സാദൃശ്യം വന്നാൽ നമുക്കിതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ചൈനയും റഷ്യയും തമ്മിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വിമാനങ്ങളുടെ കാര്യത്തിൽ ടെക്നോളജി ഷെയറിംഗ് നടക്കുന്നതാണ്. വേണമെങ്കിൽ ഒരു പരിധിയുടെ കാണുന്നു, വേണമെങ്കിൽ യൂറോപ്യൻ ഫൈറ്ററുകളുടെ ഡിസൈനോ ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞാലും അതിലും വലിയ പ്രശ്നമില്ല. കാരണം ഈ BAE സിസ്റ്റം പോലെയുള്ള മൾട്ടിനാഷണൽ എയർക്രാഫ്റ്റ് ഡിസൈൻ കമ്പനികളുമായിട്ടൊക്കെ ചൈനയ്ക്ക് ടെക്നോളജി ഷെയറിംഗ് ഉണ്ട്. അത് നമുക്ക് ഈ ചൈനയുടെ ഫസ്റ്റ് 5th ജനറേഷൻ വിമാനമായിട്ടുള്ള ചെങ്ഡു J-20 ഡിസൈനിലൊക്കെ യൂറോപ്യൻ വിമാനങ്ങളെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ അടിമുടി ഇതൊരു അമേരിക്കൻ വിമാനമാണ്. അതായത് അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഡിസൈൻ എലമെൻസുകൾ ധാരാളമായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം കൂട്ടുവായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വരുന്നതിനും പോകുന്നതിനും ഒക്കെ വാരിക്കൊണ്ട് പോകാൻ വേണ്ടി ഇത് നേർച്ച വിളമ്പുന്ന സ്ഥലമൊന്നുമല്ല, അമേരിക്കയുടെ ഡിഫൻസ് ഡേറ്റാബേസാണ്. അവിടെ കയറി ചൈന പോലൊരു രാജ്യം അല്ലെങ്കിൽ കുറേ ഹാക്കർമാർ ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ചോർത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അമേരിക്ക ലോക പോലീസ് കളിക്കുന്നതിന് നല്ലത് ഈ വൈറ്റ് ഹൗസിന് തീയും കൊടുത്ത് അവരെല്ലാവരും കൂടി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിയെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ്, ഇതുപോലുള്ള ഡേറ്റകൾ വലിയ വലിയ വിഖ്യാതമായ ആയുധങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളുടെയോ വാഹനങ്ങളെയോ ഒക്കെ സംബന്ധിക്കുന്ന ഇത്തരം എക്സ്ട്രീം ലെവൽ ടെക്നോളജിക്കൽ ഇൻഫർമേഷൻസ് ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാലും അതുപയോഗിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ആ ഉപകരണം അല്ലെങ്കിൽ അതുപയോഗിച്ച് അതിലും മികച്ച ഒരു ഉപകരണം അല്ലെങ്കിൽ അതിനോട് സമാനമായ ഒരു ഉപകരണം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വളരെ വിദഗ്ധനായ ഒരു കാർ മെക്കാനിക് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അദ്ദേഹത്തെ ഷാജി പാപ്പൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഷാജി പാപ്പൻ ഒരു ദിവസം ചില ടെക്കികളുടെ സഹായത്തോടു കൂടി റോൾസ് റോയ്സിൻ്റെ ഡേറ്റാബേസ് ഹാക്ക് ചെയ്ത് റോൾസ് റോയ്സ് ഫാൻഡത്തിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ പുള്ളി ചോർത്തിയെടുത്തു. ഈ കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഷാജി പാപ്പന് ഒരു റോൾസ് റോയ്സ് ഫാൻഡം നിർമ്മിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. ഈ ഷാജി പാപ്പൻ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ പുള്ളിയുടെ വീടും ഭാര്യയുടെ കെട്ടുതാലി എല്ലാം കൂടെ പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ട് വന്നാലും ഈ റോൾസ് റോയ്സിൻ്റെ ഒരു വീൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ടെക്നോളജി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ റോൾസ് റോയ്സ് ഫാൻഡം പോലൊരു കാറ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാക്കപ്പ്, അത്രയും ഫിനാൻഷ്യൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടിവരും.
ആ ചോർത്തി കിട്ടിയ ഇൻഫർമേഷൻ അസിമുലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠനം നടത്തി ആ ടെക്നോളജി അതേപടി എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് വേണം. അത് നിർമ്മിക്കാൻ ആവശ്യമായ ഹൈ ഗ്രേഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യാനുള്ള റിസോഴ്സസ് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള ടെക്നോളജിയെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ കിട്ടിയാലും അതിൽ നിന്നും റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി അതുപോലെ ഒരു ഉപകരണം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി വേണമെങ്കിൽ നമ്മുടെ ഈ ഷാജിപ്പാപ്പിന് തകരപ്പാട്ടയൊക്കെ അടിച്ചു കൂട്ടി റോൾസ് റോയ്സിൻ്റെ രൂപമുള്ളൊരു കാറൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോൾസ് റോയ്സിൻ്റെ രൂപമുള്ള കാർ, അതായത് നമ്മുടെ ഇവിടെ ഒരു ഡിസൈനർ ഉണ്ടായിരുന്നത് ദിലീപ് ചാപ്രിയ എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ പണ്ട് ഒരു ലംബോർഗിനി ഉണ്ടാക്കിയിരുന്നു, DC അവന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ആൾക്കാർക്ക് പോലും ടെക്നോളജി കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് ഈ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേടോ എന്ന് ചോദിച്ചതുപോലെ കോപ്പി അടിക്കും അതിൻ്റേതായ പരിധിയുണ്ട് എന്ന് കരുതി ചൈന കോപ്പി അടിച്ചില്ല എന്നൊന്നും സമർത്ഥിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. കോപ്പി അടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ നല്ലപോലെ ഉണ്ട്. അത് ആ വിമാനം കണ്ടാലും അറിയാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഷെങ്യാങ് J35 എന്ന് പറയുന്ന ചൈനീസ് 5th ജനറേഷൻ വിമാനം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഫെർമി ടീഷർട്ട് ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നടത്തിപ്പോകുന്ന ഗിവ് അവേകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ആഴ്ചയും ഗിഫ്റ്റ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഗിവ് അവേയുടെ പ്രത്യേകത. അതായത് എല്ലാ ആഴ്ചയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫെർമിയുടെ വക ഒരു ടീഷർട്ട് ഗിവ് അവേ ആയി നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഗിവ് അവേ സ്പോൺസർ ആയിട്ടുള്ള ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഫെർമി വെയർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയുടെ ഭാഗമാവും. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാവും. അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഫെർമിയുടെ താടി വെച്ച പട്ടിയുടെ ലോഗോ ഉള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഗിവ് അവേ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇത് ഫോളോ ചെയ്ത് ഗിവ് അവേയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ആഴ്ചത്തെ വിജയി ശ്രീജിത്താണ്. ശ്രീജിത്തിൻ്റെ പേജിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ എന്നൊരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീജിത്തിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. അതുപോലെ തന്നെ ശ്രീജിത്ത് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും ഷിപ്പിംഗ് അഡ്രസ്സും scientificmalayali@gmail.com എന്ന ഇമെയിൽ ID യിലേക്ക് അയച്ചു തരണം. അദ്ദേഹത്തിനുള്ള സമ്മാനം എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ വിജയോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് നമ്മൾ ഈ ടീഷർട്ട് കിട്ടിയ അവിടെ തന്നെ നിങ്ങൾ അത് ഇട്ടുകൊണ്ട് 1-2 ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ചില ആൾക്കാർ അത് കേട്ട് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്നറിയില്ല, അതിൻ്റെ പേരിൽ കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത് അയക്കണമെന്നൊന്നും നമുക്ക് യാതൊരു നിർബന്ധമില്ല. ഗിവ് അവേ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നടത്തുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടുക, സന്തോഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പോളിസി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പറഞ്ഞിട്ടുമ്പോൾ ഈ ഷെങ്യാങ് J35 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 1990കളുടെ അവസാനത്തിലാണ്. ഈ സമയത്താണ് ചൈന ഒരു 5th ജനറേഷൻ വിമാനം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. അതായത് വെസ്റ്റേൺ മീഡിയ ഈ പ്രോഗ്രാമിനെ JXX പ്രോഗ്രാം അല്ലെങ്കിൽ XSJ പ്രോഗ്രാം അല്ലെങ്കിൽ JX പ്രോഗ്രാം എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. 2002 ചൈനയിൽ നിന്ന് ഇതിനെക്കുറിച്ചൊരു ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ചൈനയിൽ 2 പ്രധാന വിമാന നിർമ്മാതാക്കളാണുള്ളത്. അതായത് ചെങ്ഡു എയറോസ്പേസ് കോർപ്പറേഷനും ഷെങ്യാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും. ഇവർ രണ്ടുപേരും ഇതിനു വേണ്ടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പല ഡിസൈനുകളും സമർപ്പിക്കുന്നുണ്ട്. അതായത് ഷെങ്യാങ് കോർപ്പറേഷൻ 2 ഡിസൈനുകളാണ് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സമർപ്പിക്കുന്നത്. അതുപോലെ ചെങ്ഡു ഒരു ഡിസൈൻ സമർപ്പിച്ചു. ഏതായാലും ഒടുവിൽ PLA എയർഫോഴ്സ് ഈ വിമാനത്തിൻ്റെ നിർമ്മാണം ഏൽപ്പിക്കുന്നത് ചെങ്ഡു എയറോസ്പേസ് കോർപ്പറേഷനാണ്. അങ്ങനെയാണ് ഒടുവിൽ ചെങ്ഡു J20 എന്നുള്ള ചൈനയുടെ ആദ്യ 5th ജനറേഷൻ വിമാനം യാഥാർത്ഥ്യമാകുന്നത്. അപ്പം പദ്ധതിയിൽ നിന്ന് പുറത്തു പോയെങ്കിലും ഷെങ്യാങ് ഈ പറഞ്ഞ 5th ജനറേഷൻ വിമാനം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി അവർ പ്രൈവറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് അവരുടെ പ്രധാന ഡിസൈനിൻ്റെ മേളിൽ അവർ കൂടുതൽ ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി ഇതിനെ അവരുടെ ഒരു പ്രൈവറ്റ് സീക്രട്ട് പ്രോഗ്രാമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാദ്യം FC-31 എന്ന് പറയുന്നൊരു പ്രോട്ടോടൈപ്പായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നീട് അതിൽ പല പല മാറ്റങ്ങളും വരുന്നുണ്ട്. അതിനിടയ്ക്ക് പ്രോട്ടോടൈപ്പിൻ്റെ പേരും ഒക്കെ മാറുന്നുണ്ട്. പ്രോട്ടോടൈപ്പിൻ്റെ പേര് മാറുന്നല്ല, ഇതിനെ വെസ്റ്റേൺ മീഡിയ പല പേരുകളാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് FC-31 അല്ലെങ്കിൽ JC-31, JC-21, F-60 എന്നൊക്കെ പല പേരുകളിൽ ഇത് പല കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ 2012 ഒക്ടോബറിൽ ഈ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചൈനയിലെ വളരെ പ്രസ്റ്റീജിയസ് എയർ ഷോ ആയിട്ടുള്ള ഷുഹായ് എയർ ഷോയിൽ ഈ സാധനം പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം പല ഇൻ്റർനാഷണൽ എയർ ഷോയിലും, അതായത് ദുബായ് എയർ ഷോ ഒക്കെ പോലുള്ള ഇൻ്റർനാഷണൽ എയർ ഷോയിൽ, അതായത് 2015 ദുബായ് എയർ ഷോയിൽ ഈ സാധനം ചൈന പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അമേരിക്കൻ വിമാനങ്ങളുമായിട്ട് ഇതിന് വളരെ സാദൃശ്യം എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. അതായത് ചെങ്ഡു J20 കോപ്പിയാണെന്നൊക്കെ പറഞ്ഞാലും ചെങ്ഡു J20ക്ക് അതിൻ്റേതായ ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഇമേജ് ഉണ്ട്. അതായത് യൂറോപ്യൻ വിമാനങ്ങളിലെ പോലെ ഫ്രണ്ടൽ കനാഡ് വിങ്സുകളും കാര്യങ്ങളും ഒക്കെയുള്ള, എന്നാൽ ഇത് അമേരിക്കൻ വിമാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു
കോക്പിറ്റ് കാനപ്പി, അതായത് ആ കോക്പിറ്റ് കാനപ്പിയുടെ ഡിസൈനിന് കൂടുതൽ സാദൃശ്യം റഷ്യൻ വിമാനങ്ങളിലാണ്. എന്നാൽ റഷ്യൻ വിമാനങ്ങളിൽ നിന്ന് എടുത്തതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പുറകിലേക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കെയർവച്ചർ ഒന്നും കാണാൻ സാധിക്കത്തില്ല. വളരെ മൈൽഡായിട്ട് കെയർവ് ചെയ്താണ് പുറകോട്ട് പോകുന്നത്. ആ ഡിസൈൻ എലമെന്റുകളും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ ഫുട്ടേജുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അജയിലായിട്ടുള്ള വിമാനമാണ് J-20. അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള വെച്ച് ഏറ്റവും വലിയ 5th ജനറേഷൻ വിമാനവും J-20 ആണ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു വിമാനത്തിലേക്ക് യോജിക്കുമ്പോൾ അത് പറന്ന് നീങ്ങുന്ന കാണുമ്പോൾ ഒരു ചൈനീസ് ഡ്രാഗണിൻ്റെ രൂപം എവിടെയൊക്കെയോ മിന്നി മറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അത് എൻ്റെ തോന്നലായിരിക്കും. എങ്കിലും എൻ്റെ ഒരു അനുമാനം J-20ക്ക് അതിൻ്റേതായ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഷെങ്യാങ്ങിൻ്റെ വിമാനം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ശരിക്കും അതിന് F-22 ആയിട്ടും F-35 ആയിട്ടും ഒക്കെ നല്ല സാദൃശ്യമുണ്ട്. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല എയർ ഷോകളിലും അതുപോലെ ചൈനയിലെ പ്രധാനപ്പെട്ട പല ഇവൻറ്റുകളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 2020 ഷെങ്യാങ് J-35 ചൈനയുടെ രണ്ടാമത്തെ 5th ജനറേഷൻ വിമാനമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ FC-31 J-35 എന്ന് പറയുന്ന വിമാനം മാറുമ്പോഴത്തേക്കിന് അതിൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ ചില കാര്യമായുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പലതവണ പറഞ്ഞു അമേരിക്കൻ വിമാനങ്ങളുടെ ഡിസൈനുമായിട്ട് വളരെ സാദൃശ്യമുള്ള രൂപമാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രപ്പിസോഡൽ വിങ്സ് ഒക്കെയാണ് ഇതിലുള്ളത്. അതായത് F-35 കാണുന്ന രീതിയിലുള്ള ട്രപ്പിസോഡൽ വിങ്സ് ഒക്കെയാണുള്ളത്. പക്ഷേ ഇത് ഫൈനലൈസ് ചെയ്ത് വന്ന വിമാനത്തിൻ്റെ ഈ ട്രപ്പിസോഡൽ വിങ്സ് ഒരു ബ്ലെൻഡഡ് ബോഡി വിങ് ഡിസൈൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് പൊതുവെ സ്റ്റെൽത്ത് വിമാനങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഫീച്ചറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കനാഡ വിങ്സുകളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ വിങ്സുകളിൽ നിന്നും വിമാനത്തിൻ്റെ മുൻഭാഗത്ത് കോക്പിറ്റിലേക്ക് നീളുന്ന ലീഡിംഗ് എഡ്ജ് എക്സ്റ്റൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ വിമാനത്തിൻ്റെ മുൻഭാഗം നോസും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ഷാർപ്പായി, അതായത് ആദ്യം ഉണ്ടാകുന്ന പ്രോട്ടോടൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി വളരെ കൂടിയ ഒരു മച്യൂർ ഡിസൈനായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ കാര്യത്തിലേക്ക് വന്ന 2 വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആണ് ഇതിൽ കാണുന്നത്. ഏതാണ്ട് അമേരിക്കൻ വിമാനങ്ങളുടെ പോലെ തന്നെ ഔട്ട്വേർഡ് കാൻഡഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫുള്ളി മൂവബിൾ ആയിട്ടുള്ള ടെയിൽ ഫ്ലാപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കോക്പിറ്റ് കാനപ്പി ഒരു ഡബിൾ പീസ് കോക്പിറ്റ് കാനപ്പി ആയിരുന്നു ആദ്യ പ്രോട്ടോടൈപ്പിൽ ഒക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഫൈനൽ വിമാനത്തിലേക്ക് വന്നപ്പോഴത്തേക്കിന് മുന്നിലേക്ക് തുറക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ പീസ് ക്ലാംഷെൽ കാനപ്പിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതും ഏതാണ്ട് F-35 കോക്പിറ്റ് കാനപ്പിയായിട്ട് വളരെ സമാനമാണ്. എന്നാൽ F-35 നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു ടിൻ എഞ്ചിൻ വിമാനമാണ്. ടിൻ എഞ്ചിൻ വിമാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോട്ടോടൈപ്പിലും ഇപ്പോൾ ഈ ഉള്ള മോഡലിലും ഒക്കെ ഉപയോഗിക്കുന്ന WS-13 എന്ന് പറയുന്ന ചൈനീസ് എഞ്ചിനാണ്. അതായത് ഗൈഷു WS-13 എന്നാണ് എഞ്ചിൻ അറിയപ്പെടുന്നത്. ഇത് ഗൈഷു എന്ന് തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അത് ചൈനയുടെ ആദ്യത്തെ 5th ജനറേഷൻ വിമാനമായിട്ടുള്ള J-20 ഉപയോഗിക്കുന്ന WS-15 എഞ്ചിനിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഈ എഞ്ചിൻ ഈ ഇനിഷ്യൽ പ്രൊഡക്ഷൻ മോഡലുകളിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനിയും ഭാവിയിലേക്ക് വരുമ്പോഴത്തേന് ഇതിലും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള WS-19 അല്ലെങ്കിൽ WS-21 എന്ന് പറയുന്ന എഞ്ചിനും ആയിരിക്കും ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഈ WS-13 എന്ന് പറയുന്ന എഞ്ചിൻ്റെ ഹീറ്റ് സിഗ്നേച്ചറൊക്കെ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന് വേണ്ടതിലും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ ഉപയോഗിച്ച് ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റിന് ആവശ്യമായ രീതിയിലുള്ളൊരു ഹീറ്റ് സിഗ്നേച്ചർ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയ എഞ്ചിനുകൾ ഈ പറഞ്ഞ രീതിയിലുള്ള WS-19 അല്ലെങ്കിൽ WS-21 എന്ന് പറയുന്ന എഞ്ചിനുകളൊക്കെ ഈ വിമാനത്തിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.8 മാക്ക് ആയിരിക്കും. അതുപോലെ സർവീസ് സീലിംഗ് 52,000 ഫീറ്റ് ആണ് ഇപ്പം പറയപ്പെടുന്നത്. കോമ്പാക്ട് റേഞ്ച് 1250 കിലോമീറ്റർ ആണ് പറയുന്നത്. പക്ഷേ ഇത് മിഡ് റീഫ്യൂലിംഗ് സാധ്യമായിട്ടുള്ള വിമാനമാണ്. അതുപോലെ തന്നെ ഇതിൽ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക്സുകളും ഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോമ്പാക്ട് റേഞ്ച് വേണമെങ്കിൽ ഒരു 2000 കിലോമീറ്റർ വരെയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഇത് J-20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ J-20യേക്കാളും ചെറിയൊരു വിമാനമാണ്. അത് J-20 വളരെ വലിയൊരു എയർക്രാഫ്റ്റാണ്. എന്നാൽ J-20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മീഡിയം സൈസ് 5th ജനറേഷൻ എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ നീളം ഏതാണ്ട് 17.3 മീറ്ററും വിങ് സ്പാൻ 11.5 മീറ്ററുമാണ്. അതുപോലെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ഏതാണ്ട് 28,000 കിലോഗ്രാമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ വെപ്പൺ ബേസിലായിരിക്കും ഇതിൽ ആയുധങ്ങൾ ഘടിപ്പിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 3 ഇന്റേണൽ വെപ്പൺ ബേസിലായിട്ട് 6 ഹാർഡ് പോയിന്റുകളാണ് ഇതിലുള്ളത്. കൂടാതെ നമ്മുടെ F-35 കാണുന്ന രീതിയിൽ വേണമെങ്കിൽ സ്റ്റെൽത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റ്സുകളും ഇതിനുണ്ട്. അതായത് 2 വിങ്സിന്റെ അടിയിലായിട്ട് ഏതാണ്ട് 6 എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകളൂടെ ഈ വിമാനത്തിലുണ്ട്. അങ്ങനെ മൊത്തം 12 ഹാർഡ് പോയിന്റുകളാണ് ഈ വിമാനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 8,000 കിലോഗ്രാം പേലോഡ് ഇതിന് ക്യാരി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചൈനയുടെ പക്കൽ കോപ്പി അടിച്ചതും സ്വന്തമായി ഡെവലപ്പ് ചെയ്തതുമായിട്ടുള്ള ധാരാളം തരം ആയുധങ്ങളുണ്ട്. അതായത് എയർ ടു എയർ അറ്റാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PL-15 പോലുള്ള ലോങ് റേഞ്ച് റഡാർ ഹോമിംഗ് എയർ ടു എയർ മിസൈലുകളുണ്ട്. ഇപ്പോൾ ഈ PL-15 എന്നൊക്കെ പറയുന്ന റഡാർ ഹോമിംഗ് മിസൈൽ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള എയർ ടു എയർ മിസൈലായിട്ടുള്ള AIM-120 എയിംറാമിനേക്കാളും മികച്ചതാണെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അത് ഒരു പരിധിവരെ ശരിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പം പുതിയ AIM-260 JATM എന്ന് പറയുന്ന ഒരു വളരെ അഡ്വാൻസ് ആയ എയർ ടു എയർ മിസൈൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതുകൂടാതെ PL-10 പോലുള്ള ഇൻഫ്രാറെഡ് ഹോമിംഗ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലുകളുണ്ട്. പിന്നെ എയർ ടു സർഫസ് മിസൈലുകൾ, ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ, ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ നിന്നും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഹെവി ഡീപ് പെനിട്രേഷൻ ബോംബുകൾ, സ്മോൾ ഡയമീറ്റർ ബോംബുകൾ, ന്യൂക്ലിയർ വാർഹെഡുകൾ, ഇങ്ങനെയുള്ള പലതരം ആയുധങ്ങൾ ഇതിൽ നിന്ന് വഹിക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ പേരുകൾ എടുത്തു പറയാത്ത എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ഇത്തരത്തിലുള്ള ധാരാളം എയർ ടു സർഫസ് മിസൈലുകളും ബോംബുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അവയുടെയൊക്കെ പേര് ലിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു ലിസ്റ്റ് തന്നെ ഇവിടെ നിരത്തേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക വളരെ പ്രയാസമാണ്. കാരണം ഇതിൻ്റെയൊക്കെ പേരുകൾ ചൈന വളരെ സീക്രട്ടായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ ഡേറ്റാബേസ് ഹാക്ക് ചെയ്യുന്ന പോലെ ചൈനയുടെ ഡേറ്റാബേസ് ഒന്നും ഹാക്ക് ചെയ്തെടുക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിക്കണമെങ്കിൽ അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഏവിയോണിക്സും ആവശ്യമാണ്. ഏവിയോണിക്സിൽ നമുക്കറിയാം J-20യുടെ കാര്യത്തിൽ KLJ-5 എന്ന് പറയുന്ന AES റഡാറാണ് അതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു AES റഡാർ ആയിരിക്കും ഇതിൽ വരുന്നതാണ് പറയുന്നത്. അതായത് KLJ-7 എന്നായിരിക്കും ആ AES റഡാർ അറിയപ്പെടുന്നത്. J-20യിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ റഷ്യൻ വിമാനം Su-57ൻ്റെ റഡാറുമായിട്ടാണ് കൂടുതൽ സാദൃശ്യം. Su-57 ഉപയോഗിക്കുന്ന N036 എന്ന് പറയുന്ന റഡാർ അതിൻ്റെ ഡിസൈനുമായിട്ടാണ് കൂടുതൽ സാദൃശ്യമെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അതായത് അതിലുപയോഗിക്കുന്ന ഒരു ഫോർവേഡ് ലുക്കിംഗ് ആൻറ്റിന കൂടാതെ 2 സൈഡ് ലുക്കിംഗ് ആൻറ്റിനയും കൂടിയുള്ള വളരെ വൈഡ് റേഞ്ചിൽ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആൻറ്റിനയാണ് ആ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും ഈ KLJ-7 എന്ന് പറയുന്ന AES റഡാറിൻ്റെ ഡിസൈൻ. അതായത് സാധാരണ ഫോർവേഡ് ലുക്കിംഗ് AES റഡാറിന് 120 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും സ്കാൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന് അതിലും വൈഡർ ആയിട്ടുള്ള റേഞ്ചിൽ സ്കാൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. ഇതുകൂടാതെ ചിൻ മൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ, അതുപോലെ DAS ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പറേച്ചർ സിസ്റ്റം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഏർലി വാർണിംഗ് സിസ്റ്റം തുടങ്ങിയ പല അഡ്വാൻസ് ഏവിയോണിക്സ് സിസ്റ്റങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം J-20 എന്ന് പറയുന്ന വിമാനം ചൈന ഈ അടുത്ത കാലത്താണ് നിർമ്മിച്ചെടുത്തത്. അടുത്ത കാലത്ത് നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ മറ്റൊരു ഒരു പെർഫെക്ഷനിലേക്കൊക്കെ വന്നത് ഈ ഒരു അടുത്ത കാലത്താണ്. തന്നെയുമല്ല ഏതാണ്ട് 500-ലധികം J-20 വിമാനങ്ങൾ ഇപ്പോൾ ചൈനീസ് എയർഫോഴ്സിൻ്റെ PLA എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. 300 എണ്ണം എന്നൊക്കെയാണ് പൊതുവെ ചിലർ പറയുന്നത്. എന്നാലും 500-ലധികം എണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കും ചൈന പെട്ടെന്ന് തന്നെ ഒരു രണ്ടാമത്തെ 5th ജനറേഷൻ വിമാനം കൂടെ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് തന്നെ ഈ J-20 എന്ന് പറയുന്ന 5th ജനറേഷൻ വിമാനം വളരെ വലിയൊരു വിമാനമാണ്. വളരെ വലിയൊരു വിമാനമാണെന്ന് തന്നെയല്ല, ഇത് ബേസിക്കലി ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററാണ്. വേണമെങ്കിൽ ഒരു ഇൻ്റർസെപ്റ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററാണ്. തന്നെയുമല്ല ഇത് ലാൻഡ് ബേസ്ഡ് ആയിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് നേവൽ കാരിയറുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിമാനമല്ല ഇത്. അതിനെ ആ തരത്തിൽ മോഡിഫൈ ചെയ്തെടുക്കാനും സാധിക്കത്തില്ല. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ചൈന അവരുടെ നേവൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ധാരാളം പുതിയ എയർക്രാഫ്റ്റ് കാരിയറുകൾ ചൈനീസ് നേവിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചുള്ള എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയം സൈസ് 5th ജനറേഷൻ വിമാനം ആവശ്യമാണ്. അതാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു മീഡിയം സൈസ് 5th ജനറേഷൻ വിമാനം ചൈന നിർമ്മിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ J-35 എന്ന് പറയുന്ന വിമാനം പ്രധാനമായിട്ടും ചൈന ഉപയോഗിക്കാൻ പോകുന്നത് ചൈനീസ് നേവിയുടെ ഭാഗമായിട്ടായിരിക്കും. അതായത് ചൈനീസ് നേവിയുടെ ഭാഗമായിട്ട് ട്രഡീഷണലി ഉള്ള എയർക്രാഫ്റ്റ് കാരിയറുകൾ, അതായത് സ്കീ ജമ്പ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്നും, അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് ചൈനീസ് നേവിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എയർക്രാഫ്റ്റ് കാരിയറുകൾ, അതല്ല ഈ അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയറുകളുടെ ഡിസൈനുമായിട്ട് സമാനമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് കാറ്റപ്പോൾട്ട് സിസ്റ്റം ഉപയോഗിച്ച് വിമാനങ്ങളെ ലോഞ്ച് ചെയ്യുന്ന എയർക്രാഫ്റ്റ് കാരിയറുകളാണ്. ഈ 2 തരം എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്നും ഈ പറഞ്ഞ J-35 എന്ന് പറയുന്ന വിമാനം ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിമാനത്തിൽ ഈ ഷെങ്യാങ് J-35 2 വേരിയൻറ്റുകൾ ഉണ്ടാകും. പ്രധാന വേരിയൻ്റ് എന്ന് പറയുന്നത് J-35 എന്ന് തന്നെ ആയിരിക്കും അറിയപ്പെടുന്നത്. ഇത് എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നേവൽ വേരിയൻ്റ് ആയിരിക്കും. അതായത് ഫോൾഡബിൾ വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നേവൽ വേരിയൻ്റ് ആയിരിക്കും. ഇതുകൂടാതെ J-35A എന്ന് പറയുന്ന ഒരു ലാൻഡ് ബേസ്ഡ് മോഡലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല നമ്മുടെ ഈ അമേരിക്ക ഈ F-35ൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ ഈ J-35 ചൈന എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള, മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. തന്നെ നമ്മൾ J-20യുടെ കാര്യത്തിൽ പറഞ്ഞു, J-20 വളരെ വലിയൊരു വിമാനമാണ്. അതുപോലെ അതിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള പല ലിമിറ്റേഷൻസും ഉണ്ട്. പക്ഷേ ഈ വിമാനം ഈ ഷെങ്യാങ് J-35 ഒരു മീഡിയം സൈസ് മൾട്ടി റോൾ ഫൈറ്ററാണ്. അതിൻ്റെ നിർമ്മാണ ചെലവ് J-20 അപേക്ഷിച്ച് വളരെ കുറവാകാനാണ് സാധ്യത. അങ്ങനെ നിർമ്മാണ ചെലവ് കുറഞ്ഞതുകൊണ്ട് തന്നെ ചൈന ഇത് അപ്പം ചുരുന്ന പോലെ നിർമ്മിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 10 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ 5th ജനറേഷൻ വിമാനങ്ങൾ സ്വന്തമായുള്ള ഒരു രാജ്യമായി, സ്വന്തമായുള്ള ഒരു സൈനിക ശക്തിയായിട്ട് ചൈന മാറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഷെങ്യാങ് J-35 എന്ന ചൈനീസ് 5th ജനറേഷൻ വിമാനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് കരുതുന്നു. അപ്പോൾ ഇതിലും ഇൻഫർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.